ഇതാ ഇങ്ങനെയാണ് ഇത് കഴിക്കുക. ഒരു സൈഡിൽ നിന്ന് കുറച്ച് റൈസ് എടുക്കുക, പിന്നെ കറി കൂട്ടുക, അങ്ങനെ കഴിക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഇത് ഒരിക്കലും ഉണ്ടാക്കിയാലേ നമുക്ക് ഇതിൻ്റെ വ്യത്യാസം അറിയുള്ളൂ. ഹായ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി ഐറ്റമായിട്ടാണ് വന്നിട്ട്. ട്രെൻഡിങ് ബിരിയാണിയാണ് കേട്ടോ, നമ്മുടെ മാഞ്ഞാലി ബിരിയാണി. ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ ഒറിജിൻ. അതുകൊണ്ടാണ് ഇതിന് മാഞ്ഞാലി എന്നുള്ള പേര് വന്നത്. അവിടെ കടകളിലൊക്കെ ഇത് വളരെ ഫേമസ് ആണ്. പിന്നെ ചില വീടുകളിൽ അവർ ഫ്രണ്ട് പോർഷനൊക്കെ കടകളാക്കി ബിരിയാണി സെയിൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ദമ്മിടൊന്നും വേണ്ട, സെപ്പറേറ്റ് ഉണ്ടാക്കുക. ചിക്കൻ സെപ്പറേറ്റും റൈസ് സെപ്പറേറ്റും. അതുകൊണ്ട് നമുക്കെന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിലിപ്പം വെജും നോൺ വെജും ഗസ്റ്റ് ഒരുമിച്ച് വരിക എന്ന് വിചാരിച്ചോ, അപ്പോൾ നമുക്ക് ഇതുണ്ടാക്കിയാൽ മതി. എന്നിട്ട് വെജുകാരിൻ്റെ കൂടെ സലാഡോ എന്തെങ്കിലും സൈഡ് ഡിഷസൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ട്രെൻഡിങ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കുന്നതിനേക്ക് മുന്നേ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയാൽ അപ്പം തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാഞ്ഞാലി ബിരിയാണി ഉണ്ടാക്കാൻ 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് ഒരു ചിക്കനാണ് ഇത്. അപ്പം നോക്കിയപ്പോൾ 1.25 കിലോ. ഇതിൽ ഇന്ന് നമ്മൾ കുറച്ച് മസാലയെല്ലാം പുരട്ടി വെക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതിലേക്കായി ഞാനിതാ 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. 1/4 ടീസ്പൂണാണ്, മാറിപ്പോകരുത്, ടേബിൾ സ്പൂണ് ടീസ്പൂണും. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ പാകത്തിന് ഉപ്പെല്ലാം എല്ലാവരും അവനവൻ്റെ പാകത്തിന് എടുക്കുക. പിന്നെ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമുണ്ട്. ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളെ ചിക്കൻ പീസസ് ഇതിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ചിക്കനിലേക്ക് വേണമെങ്കിൽ പൊടികളൊക്കെ ഇടാം, പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി എനിക്ക് തോന്നിയത് എല്ലാം ഒരുപോലെ മിക്സ് ആകുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട്, മിനിമം അരമണിക്കൂർ കേട്ടോ, 1 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല. ഇതാ മസാല എല്ലാം പുരട്ടി വെച്ച് അരമണിക്കൂറെല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. എളുപ്പത്തിൽ വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറാണ് ഞാൻ അടുപ്പത്ത് വെച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിടുക. നല്ല പോലെ ചൂടാകുമ്പോൾ ചിക്കൻ ഒന്ന് അതിലിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കണേ. ഇതാ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് ഇനി ചിക്കൻ കഷ്ണങ്ങൾ നമ്മൾ അതിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് നല്ല പോലെ വഴറ്റിയെടുക്കണം. എല്ലാ ചിക്കൻ കഷ്ണം ആഡ് ചെയ്തു ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടാൽ മതി. ഇപ്പം ഇതാ നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. 2 കപ്പ് വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിതാ മസാല പുരട്ടി വെച്ചില്ലേ, അതേ പാത്രത്തിലെ വെള്ളമാണ്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിൻ്റെ ലിഡ് മൂടിയിട്ടിട്ട് ഒരൊറ്റ വിസിൽ കേട്ടോ, ഒരു വിസിൽ വന്നാൽ മതി, അപ്പം തന്നെ ഓഫാക്കുക. ഇപ്പം ഇതാ ഒരു വിസിൽ വന്നു. ഇനി നമ്മളിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ് കേട്ടോ. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി പ്രഷർ കൂടി പോക്കിയിട്ട് വേണം കുക്കർ തുറക്കാൻ. ഇപ്പം ഇതാ 1 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ കുക്കർ ഓഫാക്കിയിട്ട് ബാക്കി പ്രഷർ ഇങ്ങനെ റിലീസ് ചെയ്ത് പോക്കണം. എന്നിട്ടാണ് നമ്മൾ കുക്കർ തുറക്കുക. അപ്പം ഞാൻ ഈ പ്രഷർ മുഴുവനൊന്ന് പോക്കിക്കോട്ടെ. പ്രഷർ മുഴുവൻ പോയി. ഇനി നമുക്ക് ചിക്കൻ പീസ് ഇതിന്ന് എടുത്ത് മാറ്റണം. ഇപ്പം ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം നമ്മളിതാ സ്റ്റോക്കിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക്
ഇത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ്റെ കഷ്ണങ്ങൾ കേട്ടോ. അതിന് ഞാനിത് അടുപ്പത്തൊരു കടായി വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എന്തായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ചിക്കൻ വേവിച്ച വെള്ളം നമുക്കിത് ആവശ്യമുണ്ട് കേട്ടോ, കളയണ്ട, മൂടി വെക്കുക. എണ്ണ ചൂടാകുമ്പം ചിക്കൻ കഷ്ണങ്ങളൊക്കെ അതിലിട്ട് വറുത്ത് കോരണം. ഒരു 2 ട്രിപ്പായിട്ട് നമുക്ക് വറുത്ത് കോരാം. ഇതാ ഒന്ന് മൂടി തുറന്ന് നോക്കുക. ഒരു ഭാഗം വെന്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അതുപോലെ എല്ലാം തിരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇതാ ചിക്കനെല്ലാം വറുത്ത് കോരി. ഇനി അതേ എണ്ണയിലേക്ക് നമ്മൾ കറിവേപ്പില വെച്ചെടുക്കുന്നു കേട്ടോ. കറിവേപ്പില ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ച ഒരു 4 വലിയ സവാളയാണ് ഞാൻ അരിഞ്ഞ് വെച്ചത് കേട്ടോ. 4 വലിയ സവാള അരിഞ്ഞ് വെച്ചത് ഒന്ന് ഇതിലിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഒന്ന് മൂടി വെക്കുക കേട്ടോ. എന്നാൽ ഉള്ളിയെല്ലാം നല്ല പോലെ വഴന്ന് ഒന്ന് കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതാ എല്ലാം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കുറച്ച്. ഉള്ളി ഇതാ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച 4 തക്കാളി ഞാൻ എടുക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള ഒരു മീഡിയം സൈസിന് പറഞ്ഞു. അപ്പോൾ ഈ തക്കാളി കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. തക്കാളി എല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതാ ഒരു പച്ചമുളക് ഞാൻ അരിഞ്ഞ് വെച്ചത് അത് ചേർത്ത് വെക്കാം കേട്ടോ. പച്ചമുളക് വേണ്ടാത്തവർക്ക് ഒഴിവാക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിൽ കുറച്ച് മസാലപ്പൊടികൾ ഇടണം. മസാലപ്പൊടികൾ എന്തെല്ലാമെന്ന് നോക്കാം. ഇതാ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ റെഡ് ചില്ലി ചുവന്ന മുളക് പൊടി. ഇതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇതിൽ കിടന്ന് നല്ലപോലെ വേവട്ടെ. നല്ലപോലെ മിക്സ് ചെയ്ത് വേവിക്കാം. മസാലേൻ്റെ പച്ചക്കുത്തെല്ലാം പോയി നല്ലപോലെ ആയി വരട്ടെ കേട്ടോ. എല്ലാം മസാലകളൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല, ഒരു ചിക്കൻ വേവിച്ചപ്പോൾ എടുത്ത് വെച്ച വെള്ളം, ആ വെള്ളം ഇതിലൊഴിച്ച് കൊടുക്കാം. കുക്കറിലുള്ള വെള്ളമാണ്. ഇതൊന്ന് ഇതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പം ഇത് നല്ലപോലെ തിളച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്ത് ഒന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ മസാലകളൊക്കെ നല്ലപോലെ വെന്തുണ്ട്. ഇനി നമുക്ക് വറുത്ത് കോരി വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് വേവട്ടെ. ഗ്രേവി എല്ലാം റെഡിയായി വന്നിട്ട് ഈ സമയത്താണ് നമ്മൾ ഉപ്പ് നോക്കേണ്ടത് കേട്ടോ. കാരണം നമ്മൾ ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, ഉള്ളി വഴറ്റുന്നതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കറക്റ്റാണ് കേട്ടോ, ഒന്ന് ആഡ് ചെയ്യേണ്ട. ഇനി നമുക്കിതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് നെയ്യിട്ടാൽ നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു, നമ്മുടെ ഗ്രേവിയുടെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് ചോറ് ഇതാ ഇപ്പുറത്തടുപ്പത്ത് നമ്മൾ ഉള്ളി വഴറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ഇനി ഇതിൽ നിന്നും മാറ്റണം നമ്മൾ. ഇതെന്താ പറയുക, ഇരുമ്പിൻ്റെ കടായിയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കറുപ്പ് നിറം വരും സൈഡെല്ലാം. അപ്പോൾ ഇതിന്ന് നമ്മൾ ആദ്യം തന്നെ വേവിച്ച കുക്കറുണ്ടല്ലോ, ഞാൻ അതിലേക്കൊന്ന് മാറ്റട്ടെ.
ഇതാ നമ്മളെ മാഞ്ഞാലി ബിരിയാണീൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് നോക്കാം. ഇത് 5 കപ്പ് അരിയാണ്. ഇതാ ഇങ്ങനത്തെ മെഷറിംഗ് കപ്പിൽ ഞാൻ അളന്നത് 5 കപ്പ് അരി. അപ്പം ഇതൊന്ന് നല്ലപോലെ കഴുകി ഒരു അരമണിക്കൂർ ഒന്ന് കുതിരാൻ വെക്കണം, സോക്ക് ചെയ്യണം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം നോക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചത് കേട്ടോ. അതേപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ നെയ്യും. ഇതാ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇതാ ഞാൻ പൊടിയായി അരിഞ്ഞ് വെച്ച 2 സവാള കേട്ടോ. 2 അത്യാവശ്യം വലിയ സവാളയാണ്, വളരെ നൈസാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ അതൊന്നും ഇതിൽ വറുത്ത് പോരണം. ആദ്യം തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് പോരണം കേട്ടോ. അപ്പോൾ ഇതൊന്നിങ്ങനെ വേവട്ടെ. ഉള്ളി ഇതാ ഗോൾഡൻ കളർ ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് എടുത്ത് മാറ്റാം. പിന്നെ അതാ നമ്മൾ വറുത്ത് കോരിയ ഉള്ളി ഇതുപോലെ നിരത്തി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആയി പോകും. ഇങ്ങനെ ആയാൽ കുറച്ചുകൂടി ക്രിസ്പി ആകും കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് 2 കഷ്ണം പട്ട, 4 ഏലക്കായ, 2 പൂവ്, പിന്നെ 5 ഗ്രാമ്പു. ഇതെല്ലാം കൂടെ ഇടും കേട്ടോ. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ പോലെ പെരിഞ്ജീരകം കേട്ടോ. പെരിഞ്ജീരകം ഇടുക. പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ ചെറുതായി കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളി ആണ് ഞാനിതിലിടുന്നത്. വെളുത്തുള്ളിയൊന്നും വേണ്ടാത്തവർക്ക് ഒഴിവാക്കട്ടെ, പെരിഞ്ജീരകവും വെളുത്തുള്ളിയൊക്കെ. പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതായി വരുമ്പോൾ ഇതൊന്ന് കുറച്ച് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് വെള്ളമാണ് കേട്ടോ. നമ്മൾ എത്ര അരി എടുത്തണോ അതിൻ്റെ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള അളവിലാണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. ഇപ്പം ഞാൻ 5 കപ്പ് അരിയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് 7.5 കപ്പ് വെള്ളം ഒഴിക്കണം. ഇതൊന്ന് ചെറുങ്ങനെ വെള്ളുള്ളി ഒന്ന് പാടട്ടെ കേട്ടോ. ഇതാ എടുത്തു വെച്ച വെള്ളം 7.5 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ഇതാ വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റൈസിൽ ആഡ് ചെയ്യണം. അപ്പോൾ റൈസ് ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഞാനിതാ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉണ്ട്, അതിന് കുറച്ച് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ ബിരിയാണിക്ക് ഒരു നല്ല കളർ കിട്ടും. ബാക്കി ഇതാ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇടണം. അപ്പോൾ ഇനി റൈസ് ആഡ് ചെയ്യട്ടെ. റൈസ് ഇതാ കഴുകി ഊറ്റി വെച്ചതാണ് കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവരുത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഒരു 5-8 മിനിറ്റായി കേട്ടോ. 8 മിനിറ്റ് തന്നെയായി. ഇപ്പം നമ്മളെ റൈസെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്നാവണം. അപ്പം നമ്മൾ ബാക്കിയുള്ള ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടെ ഇതിലിടുന്നത്. ഞാൻ 2 ക്യാരറ്റാണ് ഗ്രേറ്റ് ചെയ്തത്. ചെറുതാണേ, ഒരുപാട് വലുതൊന്നുമില്ല. അതുപോലെ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് പൈനാപ്പിൾ. ഇതാ ചെറുതായി അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ മൂടി വെക്കുക. ബാക്കിയുള്ള വെള്ളം കൂടെ ഒന്ന് വറ്റിക്കിട്ടട്ടെ കേട്ടോ. ഇതാ നമ്മളെ റൈസെല്ലാം നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഫൈനൽ ടച്ചപ്പ് നമ്മളിതാ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ലേ, അത് കുറച്ചിട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ഡെക്കറേഷനാണ് കേട്ടോ. സെർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെർവ് ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. വളരെ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സെർവ് ചെയ്യുമ്പോൾ ഇതാ ഇതുപോലെ ചെറിയ ബൗൾ എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മല്ലിയില ഇടുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളി, ഫ്രൈ ചെയ്ത് വെച്ചില്ല ഒനിയൻ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഇതാ നമ്മളെ ബിരിയാണി റൈസ് ഇടുക.
പിന്നെ ഇത് വേറെ രീതിയിലും വിളമ്പാം കേട്ടോ. ബിരിയാണി പ്ലേറ്റിൽ ചിക്കൻ വിളമ്പിയിട്ട് അതിൻ്റെ മേലെ റൈസും വിളമ്പാം, സാധാരണ ബിരിയാണി കിട്ടും പോലെ. പക്ഷേ ഇതിൻ്റെ ഒരു ഫോർമാലിറ്റി ഇങ്ങനെ വിളമ്പുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതാ വേറൊരു പ്ലേറ്റിലേക്ക് കമിഴ്ത്തുന്നു. ഇതാ ഈ പ്ലേറ്റിലേക്ക് കമിഴ്ത്തുക, പ്ലേറ്റിൻ്റെ മേലെ വെക്കുക, എന്നിട്ട് തിരിച്ചിടുക. ഇതുപോലെ നമ്മൾ തിരിച്ചെടുക്കുക. എന്നിട്ട് ഇതാ ഒരു സൈഡിലായിട്ട് നമ്മളെ ഗ്രേവി വിളമ്പുക കേട്ടോ. ഇങ്ങനെയാണ് മാഞ്ഞാലി ബിരിയാണി സെർവ് ചെയ്യുക. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് സലാഡും കൊടുക്കാം. സലാഡ് ഇല്ലെങ്കിലും ഇത് തന്നെ നല്ല ടേസ്റ്റാണ് നമുക്ക് കഴിക്കാൻ. അപ്പോൾ എനിക്ക് 1-2 ഗസ്റ്റ് ഉണ്ട്, അവർക്ക് നമുക്കിത് എങ്ങനെയാണ് സെർവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മളെ ഗസ്റ്റ് വന്നു, നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, അവരൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. ഇത് ന്യൂലി മാരീഡ് കപ്പിൾസാണ്, വിഷ്ണു ആൻഡ് ഹേന. കഴിച്ചിട്ട് പറ മക്കളെ എങ്ങനെയുണ്ട് നോക്കുക കേട്ടോ. എങ്ങനെയുണ്ട് ഹേന? എങ്ങനെയുണ്ട് ഹേന? ആണോ? വിഷ്ണു ഒന്ന് കഴിച്ചു നോക്ക്. ആണോ? ഓക്കെ, എന്നാ ശരി, അപ്പോൾ കഴിക്കുക കേട്ടോ. നിങ്ങളെന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ സപ്പോർട്ടിനും വളരെ വളരെ താങ്ക്സ് ഉണ്ട്. ഇതുപോലെ ഇനിയും പുതിയ വിഭവങ്ങളായിട്ട് വരുന്നെങ്കിൽ താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് അപ്പം തന്നെ ലൈക്കും ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.